ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വാഴക്കൂമ്പും വൻപയറും കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാൻ റെസിപ്പി. അതിനുവേണ്ടി വാഴക്കൂമ്പ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിലുള്ള വൻപയർ, കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ വൻപയർ ഈ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാമേ. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഈ വാഴക്കൂമ്പിൻ്റെ കറയൊന്ന് കളഞ്ഞെടുക്കാമേ. ഇത് കറ കളഞ്ഞിട്ട് വേണം ഇത് തോരൻ വെക്കാൻ എടുക്കാൻ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. ഇനി ഇത് ഒന്ന് പിഴിഞ്ഞെടുക്കാമേ. ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ കറ അങ്ങ് പോയി കിട്ടും. തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാമേ. തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയെ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നാല് വറ്റൽമുളക് ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇനി ഇതൊന്ന് അരച്ചെടുക്കാമേ. നമ്മൾ കറിക്കൊക്കെ അരയുന്നതിൻ്റെ അത്ര അരയണ്ട, തോരനൊക്കെ അരയുന്നതിലോട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ആ വൻപയർ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് 3 വിസിലെടുത്ത് വേവാൻ വേണ്ടി. ഇതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കടുക് ഇട്ട് കൊടുക്കാതെ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം അതിൻ്റെ കറ പിഴിഞ്ഞ് കളഞ്ഞപ്പോൾ ഉപ്പും കൂടെ ചേർത്തിരുന്നല്ലോ, അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. പിന്നെ വേണേൽ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതിട്ട് കൊടുക്കാമേ. അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതും കൂടി ഇട്ട് കൊടുക്കാമേ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയെ അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ആവിയിലൊന്ന് വേവിച്ചെടുക്കാമേ. ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ തോരനെ അടുക്കി പിടിക്കാനിടയുണ്ട്. അടച്ചു വെച്ച് കൊടുക്കാമേ. ഇത് തുറന്ന് നോക്കിയൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് വെന്തിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഉപ്പുണ്ട് ആവശ്യത്തിന്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് മാറ്റാവേ. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. വൻപയറും ഒക്കെ ഇതിൽ ചേർത്തുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്